എളുപ്പ വഴി ക്രിയ ചെയ്യുവല്ലടാ. മലമേലെ തീ വെച്ച്. ഇന്നേ മലമുകളിലെ അഭ്യാസം, അതുകൊണ്ട് മല കയറിയുള്ള അഭ്യാസം ചവിട്ടൽ ഞങ്ങളങ്ങ് ഒഴിവാക്കി. ആഘോഷമായിട്ട് പോയി. എന്ത് രസമെന്നറിയും. മേളിൽ ചെന്നിട്ട് കുറച്ച് അഭ്യാസം ഉണ്ട്. അപ്പം ക്ഷീണിക്കാണ്ട് വേണം മേളിൽ ചെല്ലാൻ. എന്ത് രസമാണ് സൈക്കിൾ. കൂളായിട്ട് വണ്ടി വിളിച്ച് മേളിക്കൊണ്ട് ഒരധ്വാനവും ഇല്ല. പണി മേളിൽ ചെന്നിട്ട് കിടക്കണേ ഉള്ളൂ. ഞങ്ങൾ ഉഴപ്പന്മാരാന്ന് നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെയല്ല കേട്ടോ. ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചവിട്ടിക്കയറ്റിയിട്ടുള്ളവരാണ് ഈ KK ജോസഫുമാർ. പക്ഷെ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി വേറെയാണ്. അല്ലേ സാറേ? ഇന്ന് അത്യുന്നതങ്ങളിലാണ് നമ്മളുടെ കലാപരിപാടി. അവൻ്റെ ഒരു കഷണം പോയി. ജീപ്പ് വിളിച്ച് കയറിയപ്പോൾ നിങ്ങൾ എന്നെ വിചാരിച്ച ഞങ്ങൾ ഉഴപ്പന്മാരാണോ? ഇതല്ല, ഇതിനപ്പുറവും ചവിട്ടിക്കയറ്റിയിട്ടുള്ളവരാണ് ഈ KK ജോസഫുമാർ. കണ്ടിട്ടില്ലേ? പക്ഷെ ഇന്ന് ഞങ്ങളുടെ പരിപാടി മലമുകളിലെ അഭ്യാസങ്ങളാണ്. ഇപ്പം നമ്മൾ കാഞ്ഞാറിൽ നിന്നും പുള്ളിക്കാനൻ റൂട്ടിൽ നമ്മുടെ സ്വിറ്റ്സർലൻഡ് മോഡൽ ചുംബന മുനമ്പ് അല്ലേ, ആ പ്രദേശത്തേക്ക് എത്തിയിരിക്കുക. ഇനി നല്ല മെഡോസ് കാഴ്ചകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഇതുവരെ വന്നിട്ട് ഇനിയുള്ളത് തളർന്നു കയറി വരാതെ ഊർജ്ജസ്വലമായിട്ട് വന്നിട്ട് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടാസ്കി വിളിച്ച് വന്നത്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. കൂടെ പോരെ. നമുക്ക് ഇങ്ങനെ പോയി, ഉളുപ്പൂണി പോയി, കവന്ത വഴി, ആശ്രമം വഴിയോ പതിപ്പിള്ളി വഴി, അത് അവിടെ ചെല്ലുമ്പോൾ തീരുമാനിക്കാം. മനോഹരമായ ഏതെങ്കിലും വശത്തോടെ നമുക്ക് താഴ്മൂലവരത്തിലേക്ക് ഇറങ്ങിപ്പോൾ. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പോലടാ, ഈ ചെറുക്കൻ ഒത്തിരി ആൾ കൂടി വന്നാട്ടോ. ജിമ്മ ജിമ്മ ജിമ്മ. സൈക്കിള് ചെയ്യാത്തവനും സൈക്കിൾ ചെയ്ത് പോകുന്ന കാലാവസ്ഥ. ഒന്നുമില്ല. മഴ, പനിനീര് പെയ്യുന്ന പോലല്ലേ. പക്ഷത്തിൽ ഇല്ലിപ്പൊക്കെ
പുല്ല് നടപ്പാതെയായിരുന്ന സ്ഥലമാണ്. ഈ ജീപ്പ് ഓടിച്ച് കയറ്റി ഇപ്പം തോട് മാതിരിയായി. എനിക്ക് ഇത്രയും വിയോജിപ്പുള്ളൊരു കാര്യം പറയല്ല. 4-wheel ഡ്രൈവ് ആസ്വദിക്കാൻ കയറുന്നത്. പക്ഷെ ഇപ്പം ഇതിൻ്റെ അവസ്ഥ എന്തായി? വേനൊക്കെ ഒരു കാട്ടുപുഴ ഉണങ്ങിക്കിടക്കുന്ന ഫീലല്ലേ? അതാണ് സങ്കടം. സത്യത്തിൽ ഈ പ്രദേശത്തോടെ ചെയ്യാൻ ഏറ്റവും വലിയ ദ്രോഹമായത് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് തുടങ്ങണ കാലത്തിന് മുമ്പ് ഈ വഴി തുറന്ന സമയത്ത് ആദ്യമായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്. എൻ്റെ കയ്യിൽ ഫോട്ടോഗ്രാഫും ഉണ്ട്. ഇതിൻ്റെ മേളിലും കുരിശ് കൃഷിയുണ്ട്. അത് ഇതിൻ്റെ താഴേക്ക് ചുമ്മാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ കാര്യമുള്ളൂ. ഇത് നല്ല മെഡോസ് അതിൻ്റെ മേളിലെ ഭയങ്കര രസമാണ്. ഇതേൽ ജീപ്പ് ഓടിച്ച് കയറ്റി നശിപ്പിക്കൽ പ്ലീസ്. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു ഓഫ് റോഡ് ജീപ്പ് ചെയ്യാനായിട്ട് വേറെ പ്രത്യേകിച്ച് ട്രാക്കൊന്നും എടുത്ത് ഒരുക്കിയിട്ടില്ല. അപ്പോൾ കാണുന്നിടത്ത് ആളുകൾ അത് ആസ്വദിക്കുകയാണ്. പക്ഷെ മല കളയും. ഇപ്പം കണ്ടില്ലേ, തോടായി മാറി. തോട് അതുപോലെ വാട്ടർഫോള് അകലെ കാണുന്ന ആ വെള്ളച്ചാട്ടമല്ലേ അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയ മാർമല വെള്ളച്ചാട്ടം. ആ വീഡിയോ കണ്ടവർക്കറിയാം, ഓർക്കുണ്ടോ? അവിടെ ആ ഒരു പുതുതായിട്ട് പ്ലാന്റ് ചെയ്ത റബ്ബർ പ്ലാന്റേഷൻ്റെ അതിൽ കയറി നമ്മളിങ്ങനെ വന്ന് ഇതവിടെ പോയി. മാർമല വാട്ടർഫോള് മീനച്ചിലാറിൻ്റെ ഉത്ഭവത്തിലൊരു പ്രധാന കൈവഴി എന്ന് പറയാം അല്ലേ സാറേ? ആഹാ, ബൈനോക്കുലറൊക്കെ ഉണ്ടോ? നല്ല കാറ്റ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, വലിയ ക്ലൗഡൊക്കെ ആണെങ്കിൽ ലൈറ്റ്നിങ് ഉണ്ടെങ്കിൽ സാധ്യതയുള്ളതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഈ മഴക്കാറൊക്കെ ഉള്ളപ്പോൾ മഴക്കാലത്തൊന്നും ഇവിടെ നിൽക്കല്ല. ഹൈ റിസ്ക്കാണ്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് സാറേ? 360 ഡിഗ്രി വ്യൂ ആണ്. നമ്മൾ കയറി വന്ന സ്ഥലം, നമ്മൾ കയറി വന്ന റോഡ്, ആദ്യം ആ മല, ഇല്ലിക്കക്കല്ല്, അങ്ങകലെ കാണുന്നത് പാല, ദോ കാണുന്ന ഈരാറ്റുപേട്ട, കുറച്ച് മുമ്പ് അവിടെ കണ്ടത് മാർമല വാട്ടർഫാള്, അതിലൂടെ വഴി കയറി വാഗമൺ, ഈരാറ്റുപേട്ട വാഗമൺ റോഡ്. ഇതാണ് ഇവിടുത്തെ സംഭവം. ഇല്ലിക്കക്കല്ലിനെ കടിച്ചു പിടിച്ചിരിക്കുന്ന, കടിച്ചു പിടിച്ചതല്ല, കടിച്ചു മുറിച്ചതായി. ബ്രെഡൊക്കെ കടിച്ചു മുറിക്കില്ല അതുപോലെ. ഞാൻ ആ പാട്ട് പാടട്ടെ. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. തൊടുപുഴയുടെ പരിസര പ്രദേശത്ത് ഏറ്റവും അടുത്തായിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പിംഗ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം വേറെ ഇല്ല കേട്ടോ. ഈ ചുംബന മുനമ്പ് എന്ന് വിളിക്കുന്ന പുള്ളിക്കാനം ജംഗ്ഷന് കുറച്ച് മുമ്പായിട്ടുള്ള കാഞ്ഞാർ പുള്ളിക്കാനം റോഡിൽ. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വണ്ടി ഓടിച്ച് കയറ്റി നശിപ്പിച്ച് കണ്ടം പോലെയായി പല സ്ഥലങ്ങളും ഈ 4-wheel ഡ്രൈവ് ആസ്വദിക്കുന്ന ആളുകൾ. ഒന്ന്. രണ്ടാമത്, ഇത്രയും ബ്യൂട്ടിഫുള്ളായ സ്ഥലത്തും വന്ന് അറമാദവും കഴിഞ്ഞിട്ട് കുപ്പിയും തല്ലിപ്പൊട്ടിച്ചിട്ടിട്ട് സകല വേസ്റ്റും തള്ളിയിട്ട് പോകുന്ന ഒരു രീതി, അത് നമ്മൾ മലയാളി നന്നാവില്ല കേട്ടോ. ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ഏതോ ഒരു വീഡിയോയിൽ ഇതേ സ്ഥലത്ത് നിന്ന് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സങ്കടകരമായൊരു കാര്യമാണ്. എന്നാ ബ്യൂട്ടി, നമുക്കങ്ങോട്ട് മനസ്സ് പോലും അങ്ങ് ത്രസിച്ചു പോകുന്ന പ്രകൃതി ഭംഗിയാണ് ഇവിടെ. നിങ്ങൾ കണ്ടൂടെ, എൻ്റെ പുറയിൽ കണ്ടൂടെ? അവിടെ നശിപ്പിച്ച് കൊളാക്കിയിട്ടിട്ട് പോകും. ദയവ് ചെയ്ത് ചെയ്യരുത്. നമ്മൾ വരുന്നവർ തന്നെ ശ്രദ്ധിക്കണം.
ഒരു മിഠായി കടലാത്തുണ്ടെങ്കിൽ അത് നമ്മുടെ കീശ തന്നെ തിരികെ വീട്ടിൽ കൊണ്ടുപോകണം, അല്ലാണ്ട് ചെയ്യരുതാ. ഞാനൊരു കാണിച്ചു തരാം, നോക്ക് നിങ്ങൾ. പാറയുടെ മേളിലിരുന്ന് അറമാദം കഴിഞ്ഞിട്ട് സകല ബിയർ കുപ്പിയും വലിച്ച് തള്ളി ഇതിൻ്റെ ചോട്ടിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഈ തരവഴിത്തരത്തിന് എന്താ പറയുക, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ എങ്ങനെ മനുഷ്യൻ ഒന്ന് കാല് കുത്തി നോക്കി നടന്നില്ലെങ്കിൽ, നോക്കി സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ തൊടുപുഴ ചാഴികാട്ടാശുപത്രിയിലോ സെൻറ്റ് മേരീസിലോ മെഡിക്കൽ കോളേജിലോ പോകേണ്ടി വരും. എങ്ങനെ ചെയ്യാൻ തോന്നണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇത്രയും അതായത് ഞാൻ പറഞ്ഞാൽ കൂടി പോകും, ഈ കഴിഞ്ഞിട്ട് മണ്ണ് വാരി ഇടുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അമ്മാതിരി ഇടപാടാ, കഷ്ടം. ഞാനീ പറഞ്ഞ കുപ്പിയേറെന്ന് പറയുന്നത് എന്താണെങ്കിലും ഒരു സായിപ്പ് വന്നിട്ടോ ഒരു നോർത്ത് ഇന്ത്യനോ വന്നിട്ട് ചെയ്യുമെന്ന് പോലും ഞാൻ വിചാരിക്കുന്നത്. ഇത് നമ്മുടെ മലയാളി മക്കൾ തന്നെ, ഒരു സംശയം വേണ്ട. അത് മഹാമെനകേടാണ്. ഈ വീഡിയോയുടെ രസഭംഗി ഞാൻ ഈ തെറി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പോയി നഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു വിരോധവും ഇല്ല. കാരണം ഞാൻ വീണ്ടും പറയാം, തൊടുപുഴയുടെ പരിസര പ്രദേശങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമില്ല. അവിടെ വന്നിട്ട് ആസ്വാദിക്കൽ അതിന് ഒരു കുഴപ്പമില്ല, അത് വേണമല്ലോ, അതിനുള്ള പ്രകൃതി ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. പക്ഷേ എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ കുപ്പി കഴിച്ചത് മുഴുവൻ ഇവിടുന്ന് താഴേക്ക്, അത് ചിതറുന്ന ഒച്ച കേൾക്കാനുള്ള വന്യമായ ഒരു ഇത് പേയാണത്, പേ. ദയവ് ചെയ്തത് ചെയ്യരുത് കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് അതുങ്ങൾ ഇതിൽ ഓടിച്ചാടി കളിച്ച് നടക്കേണ്ട ഒരു സ്ഥലമല്ലേ ഇത്, അല്ല ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ. ഇത് ഇവിടെ വന്ന് പട്ടാളക്കാരുടെ ബൂട്ടിട്ടുകൊണ്ട് നടന്നില്ലെങ്കിൽ ചാഴികാട്ടാശുപത്രി നോക്കിയാൽ മതി. അവൻ അർമാദിക്കാണ്. മാസത്തിലൊന്നെങ്കിലും ഇതിൽ ഡ്രൈവ് ഉള്ള, പക്ഷെ സൈക്കിളിൽ വരുമ്പോൾ കിട്ടുന്ന ഫീൽ അല്ലേ സാറേ? ഇതെന്തിനാ താഴേന്ന് ജീപ്പ് വിളിച്ച് പോകുന്നതെന്നറിയാമോ? മേളിൽ ചവിട്ടി കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാസ് തീരരുത്. ഇപ്പോൾ ആ ഫ്രഷ്നെസ്സിൽ ഇവിടെ വന്ന് ഇത് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്. എല്ലാവരും ചേർന്ന് പോണേ, എല്ലാവരും ചേർന്ന് പോണേ കേട്ടോ. ഇനി കുറച്ച് തേയിലത്തോട്ടം ആസ്വദിച്ചില്ല എന്ന് പറയാം. നമ്മളെല്ലാം മിക്സ് ചെയ്താണ് നമ്മളുടെ പ്രഷർ കുക്കർ നിൽക്കുന്നത്. എല്ലാം മിക്സാണ്, എല്ലാം മിക്സാണ്. അതെ, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ആഹാ, ശരി, എന്നാൽ വൈകുന്നേരം വരെ കാലാവസ്ഥ നോക്കട്ടെ. ടീ ബ്രേക്ക്. പുള്ളിക്കാനം എസ്റ്റേറ്റ്. അവിടുത്തെ സൂപ്പർവൈസിങ് കഴിഞ്ഞില്ലേ? എന്നാ പോലെ നാളെയല്ല ചേട്ടാ, ഇന്ന്
കാലാവസ്ഥ. ജിബിൻ കൊച്ചേ, എങ്ങനെയുണ്ട് ചേക്കരേ? മടുത്തൊന്ന് പറയല്ലടാ. നമ്മൾ ചോറ്റുപാറ എത്തി. ഇവിടെ നിന്ന് ഇടത്ത് വേണം നമുക്ക് പോകാൻ. ഉച്ചയ്ക്ക് സായിപ്പിൻ്റെ ഭക്ഷണമാണ് കഴിച്ചത്. ചോറ് കിട്ടിയില്ല. ബ്രെഡ് ആംപ്ലേറ്റ്. നമുക്ക് വേണ്ടത് കലോറി, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാം ബാഗിലുണ്ട്, ഒന്നും കഴിക്കാനില്ല. ഇവിടെ നോക്ക്. പുഷ്പം ചൂടി but enjoyable. സർവീസ് ഇവിടെ സാറേ ഞാൻ പറഞ്ഞത് നമുക്കേ ഒരു ഇത് വേണം. ഉളിപ്പുണ്ണിയിൽ ബിനോയ് ചേട്ടൻ പഞ്ചർ കട തുടങ്ങി. മിതമായ നിരക്കിൽ ചെയ്ത് കൊടുക്കപ്പെടും. ഇതാണ് ഉളുപ്പൂണി തതിപ്പിള്ളി വഴി മൂലമറ്റം. ഉയിരിൻ്റെ മണിനാദം കേട്ടു. ഓഫ് റോഡ് അടിച്ച് കയറി വന്നു. സാറേ എങ്ങനെയുണ്ട് ആംബിയൻസ്? ആക്ച്വലി നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ്. ഇതിന് കുറച്ചും കൂടി വടക്കായിട്ട് വരും ഫ്രാൻസ്. അത് കൊള്ളാം. കോമ്പറ്റീഷൻ അപ്പനും മോനും കോമ്പറ്റീഷൻ. അത് കലക്കിട്ടാ. തെന്നിപ്പോയല്ലേ?
റിയലി എക്സൈറ്റിംഗ് ആംബിയൻസ് അല്ലേ? ഈതക്കാടുകൾ മലയാളമുണ്ട്. പിന്നീട് അതിൻ്റെ ഊർജത്തിനൊരു കുഴപ്പം. അടുത്തതായിട്ട് ബൈക്ക് തള്ളൽ ചുമക്കൽ മഹാമഹാണ്. അത്യഗാധമായ കൊക്കയുടെ സൈഡിൽ കൂടെയാണ് ജീവൻ സൈക്കിളുമായിട്ട് പോകുന്നത്. കടുകുമണിക്ക് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ ഞാൻ സൈക്കിളും തമ്മിൽ പിടി. താഴത്തെ ജീപ്പിന് ഇതുവരെ തീരുമാനമായിട്ടില്ല. അല്ല, ഇതൊക്കെയല്ലേ ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ചാല് കുളമായി കിട്ടും. ഈ കാട്ടുപുഴയിൽ വേനക്ക് വെള്ളം പറ്റി കിടക്കണ റോഡ് ഇത്തിരി സങ്കടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേളിലേക്ക് നടന്ന് കയറി വരും. സൈക്കിൾ വരാൻ കേട്ടോ. ഇപ്പം ഒരു കാൽപാദം പതിയുന്ന അത്രയും പോലും സൈക്കിളിന് ഇല്ല. 15 കിലോയുടെ ടയർ നിലത്തോട്ട് എന്ത് സംഭവിക്കാനാണ്? അത് കൊള്ളാം. നടന്ന് തന്നെ കയറണം ശരിക്കും. അല്ല എന്ത് വേണമെന്ന് വെച്ചാൽ ഗവൺമെൻറ് അത് കല്ല് പതിച്ച ഒരൊറ്റ ട്രാക്ക് കൊടുക്കണം. കുഴപ്പമില്ല, അത് തെറ്റില്ല. എങ്ങനെയുണ്ടാ ഇവിടുത്തെ നിപ്പ്? തെറ്റാണോ? ഈ മനോഹര കുന്നുംപുറത്ത് തരുമോ? എന്താ സെറ്റപ്പ്! ഞാനിപ്പോൾ എന്തിനാ വായിട്ട് അലക്കണം? നിങ്ങൾക്ക് കാണാൻ മേലേ. അപ്പോൾ അജാതി സ്ഥലമാണ്. അപ്പോൾ ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കണില്ല, ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിനി ഇറങ്ങുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അപ്പുറത്തെ ചെരുവിലൂടെ, ആ മലഞ്ചെരുവിലൂടെ അങ്ങനെ താഴേക്ക് ആശ്രമം വഴി മൂലമറ്റത്തിനാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഹായ് പറയാനായിട്ട് അന്നേരം ചിലപ്പോൾ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞതാണ്. ചിലപ്പോൾ വീഡിയോ ഇനിയും തുടരും, ഞങ്ങൾ ആ ഇറക്കവും കൂടെ കാണിക്കും. സൂപ്പർ സ്ഥലമാണ് കേട്ടോ, സൂപ്പർ സ്ഥലം. ഈ മഴക്കാലം കഴിയുമ്പോൾ ഇനി പോരെ, അടിപൊളിയാണ്. പിന്നെ ഇവിടെ വന്ന് ആസ്വദിക്കുക, അറമാദിക്കുക, കുപ്പിയും പ്ലാസ്റ്റിക്കും ഒന്നും തള്ളിയിട്ട് പോകാണ്ടിരിക്കുക. എല്ലാ വീഡിയോയിലും ഞാൻ പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലാലും പറയും. അത് പറയേണ്ട സാറേ, സങ്കടം വരും അത് കാണുമ്പോഴേ. അപ്പോൾ ശരി, ഞങ്ങൾ ആ മലയുടെ മുകളിലോട്ട് നീങ്ങട്ടെ. ഒരു ഡ്രോപ്പൊക്കെ വീഴുന്നുണ്ട്. ഓക്കെ.